നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ കെ ആർ ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പുതുക്കാട് മണ്ഡലത്തിൽ ആവേശകരമായ സ്വീകരണം. നെല്ലായി ലിഫ്റ്റ് ഇറിഗേഷൻ കടവ് പാലം സാമൂഹികാഘാത പഠനം ആരംഭിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. പുതുക്കാട് പറപ്പൂക്കര പഞ്ചായത്തുകളെയും ബന്ധിപ്പിച്ച് കുറുമാലിപ്പുഴയിലെ നെല്ലായി കടവിൽ പാലം നിർമ്മിക്കുന്ന പദ്ധതിയാണ് നെല്ലായി ലിഫ്റ്റ് ഇറിഗേഷൻ കടവ് പാലം പദ്ധതി. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ കൃഷിവകുപ്പും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ചേർന്ന് വീടുകളിൽ നടപ്പാക്കുന്ന കേരവസന്തം പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ എക്സലൻസ് അവാർഡ് 2024 സംഘടിപ്പിച്ചു. 2023-24 അധ്യയന വർഷത്തെ ലിറ്റിൽ കൈറ്റ്സ് ജില്ലാതല മത്സരത്തിൽ 1ാം സ്ഥാനം മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂൾ കരസ്ഥമാക്കി. വാർത്തകൾ വിശദമായി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് നന്ദിക്കരയിൽ ആവേശകരമായ സ്വീകരണം. BJP പുതുക്കാട് മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിലാണ് പാർലമെന്റ് മണ്ഡലത്തിലെ ആദ്യ സ്വീകരണം നൽകിയത്. BJP പുതുക്കാട് മണ്ഡലം സമിതിയുടെ നേതൃത്വത്തിലാണ് പാർലമെന്റ് മണ്ഡലത്തിലെ ആദ്യ സ്വീകരണം നൽകിയത്. BJP പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് അരുൺ പന്തലൂർ അധ്യക്ഷത വഹിച്ചു. പ്രചരണ യോഗങ്ങളിലൊക്കെ അപേക്ഷിച്ച പോലെ അഭിമാന തിളക്കത്തോടെയാണ് എല്ലാവരും തന്നെ വിജയിപ്പിച്ചതെന്നും ഏറ്റവും അവസാന പ്രവർത്തകനടക്കം എല്ലാ തൃശൂർക്കാരോടും നന്ദിയുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJP മധ്യമേഖല പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ, BJP തൃശൂർ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, കർഷക മോർച്ച ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്, ജില്ലാ സെക്രട്ടറി NR റോഷൻ, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, BDJS മണ്ഡലം പ്രസിഡന്റ് രാജീവ് പുതുക്കാട്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ വിജു തച്ചകുളം, CJ കൃഷ്ണകുമാർ എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലങ്ങളിലൂടെയും ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ള തേരോട്ടം നയിച്ച അത് ഏപ്രിൽ 26-ാം തീയതി പോളിംഗ് ബൂത്തുകളിലേക്ക് ക്രോഡീകരണം തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ശക്തമായ ക്രോഡീകരണം നടത്തിയ പേരാളികൾ എന്ന് തന്നെ ഞാൻ വിശേഷിപ്പിക്കും. ഞാൻ നിങ്ങളുടെ പിന്നാലെയാണ് വന്നത്. പ്രചരണ യോഗങ്ങളിലൊക്കെയും അപേക്ഷിച്ചതുപോലെ അഭിമാന തിളക്കമാർന്ന ഭൂരിപക്ഷത്തോടെ ജയിപ്പിച്ച തൃശൂർ ജനതയോടാണ് അന്ന് പറയുന്നത്. അവരെയൊക്കെ ഒരു കൂട്ടമായി കൊണ്ടുവന്ന പാർട്ടിയുടെ ആദ്യത്തേത് തുടങ്ങി അനീഷിൽ നിന്ന് തുടങ്ങി ഏറ്റവും തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. രാവിലെ 9 മണിയോടെ ലൂർദ് പള്ളിയിലെത്തിയാണ് സുരേഷ് ഗോപി കൊന്ത സമർപ്പിച്ചത്. പ്രചാരണ സമയത്ത് ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് വിവാദമായിരുന്നു. വിജയിച്ച ശേഷം ലൂർദ് മാതാവിന് വീണ്ടും നേർച്ച സമർപ്പണം നടത്തുമെന്ന് സുരേഷ് ഗോപി വാഗ്ദാനം ചെയ്തിരുന്നു. ലൂർദ് പള്ളി വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിലും പള്ളി കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. തുടർന്ന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച സുരേഷ് ഗോപി പ്രാർത്ഥന നടത്തിയ ശേഷമാണ് മടങ്ങിയത്. സുരേഷ് ഗോപി കത്തീഡ്രലിൽ എത്തി പ്രാർത്ഥനയ്ക്കും ജപമാല സമർപ്പിച്ചതിലും സന്തോഷമുണ്ടെന്നും എല്ലാം ദൈവനിയോഗമാണെന്നും ലൂർദ് ചർച്ച് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ പറഞ്ഞു. തൃശൂരിലും പാലക്കാടും നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. ശനിയാഴ്ച രാവിലെ 8:15ഓടെയാണ് തൃശൂരിലെയും പാലക്കാട്ടെയും വിവിധ പ്രദേശങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടത്. ചൊവ്വന്നൂരിൽ രാവിലെ 8:16-നും കുന്നംകുളത്തും ഗുരുവായൂരിലും എരുമപ്പെട്ടിയിലും ഭൂചലനം അനുഭവപ്പെട്ടു. റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തിയ നേരിയ ഭൂചലനമാണ് ഉണ്ടായതെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഭൂചലനം നടന്ന പ്രദേശങ്ങളിൽ ചില വീടുകളിൽ വിള്ളൽ കണ്ടതായും റിപ്പോർട്ടുകളുണ്ട്. നെല്ലായി ലിഫ്റ്റ് ഇറിഗേഷൻ കടവ് പാലം സാമൂഹികാഘാത പഠനം ആരംഭിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു.
പുതുക്കാട് പറപ്പൂക്കര പഞ്ചായത്തുകളെയും ബന്ധിപ്പിച്ച് കുറുമാലിപ്പുഴയിലെ നെല്ലായിക്കടവിൽ പാലം നിർമ്മിക്കുന്ന പദ്ധതിയാണ് നെല്ലായി ലിഫ്റ്റ് ഇറിഗേഷൻ കടവ് പാലം പദ്ധതി. പാലത്തിനായി ഭൂമി ഏറ്റെടുക്കൽ നടപടികളുടെ ഭാഗമായി രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസ് പ്രതിനിധികളാണ് സാമൂഹികാഘാത പഠനം നടത്തുന്നത്. പഠന റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ഭരണ സാങ്കേതിക അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്നും പാലം നിർമ്മാണത്തിനായി പുതുക്കിയ എസ്റ്റിമേറ്റ് സർക്കാരിലേക്ക് സമർപ്പിച്ചിട്ടുണ്ടെന്നും MLA അറിയിച്ചു. രാജഗിരി കോളേജ് ഡെവലപ്മെന്റ് പ്രൊമോട്ടർ ദിവ്യ രാജേഷ്, മുക്ത ആർ നാഥ്, മരാമത്ത് വകുപ്പ് പാലം വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയർ MA ബിന്ദു, ഓവർസിയർ സിബിൻ പോൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധനയ്ക്ക് എത്തിയത്. KK രാമചന്ദ്രൻ MLAയും പഞ്ചായത്ത് പ്രസിഡന്റുമാരായ EK അനൂപ്, KM ബാബുരാജ്, ജനപ്രതിനിധികളായ ടീന തോബി, ഹിമാദാസൻ, പാലം ജനകീയ സമിതി അംഗങ്ങളായ AC ദേവസിക്കുട്ടി, KK ജേക്കബ്, CS മനോജ്, ആന്റണി മഞ്ഞളി എന്നിവരും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളിവിടെ ഭൂമി ഏറ്റെടുക്കുന്ന പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ, പലതരത്തിലുള്ള ഇടപെടലുകൾ ഒക്കെ നടത്തി. ഇപ്പോൾ അതിൻ്റെ ജില്ലാ ഭരണകൂടം തന്നെ കളക്ടർ നമ്മൾ ഇടപെടിച്ച് DDC മീറ്റിങ്ങിൽ ആവശ്യങ്ങൾ ഉന്നയിച്ച് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ എല്ലാം പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി അതിൻ്റെ മറ്റ് നടപടികളിലേക്ക് കിടക്കണം. ഭൂമി ഏറ്റെടുക്കണം, അതിന് പൈസ ആദ്യം വയ്ക്കണം, അതിൻ്റെ പ്രത്യേക നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്കത് പിന്നെ നമ്മുടെ ഇതിന് ടെൻഡർ ചെയ്യണം. ടെൻഡർ ചെയ്യാൻ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരത്തെ വെച്ച എസ്റ്റിമേറ്റ് റിവൈസ് ചെയ്യണം. അന്ന് വെച്ചതാണല്ലോ പൈസ, അന്നത്തെ പണത്തിന് നെല്ലായി ഇറിഗേഷൻ കടവിലെ പാലം നിരവധി വർഷങ്ങൾ, ഏതാണ്ട് 10-35 വർഷക്കാലത്ത് ഈ പ്രദേശത്തെ ആളുകളുടെയും ആ പ്രദേശത്തെ ആളുകളുടെ ഒരു ആവശ്യമാണ്. പല പല തടസ്സങ്ങളാൽ അത് മുടങ്ങിക്കെടുക്കുന്നൊരവസ്ഥയായിരുന്നു. ബഹുമാനപ്പെട്ട MLA ശ്രീ KK രാമചന്ദ്രൻ അവർകൾ MLA ആയി ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ ഓരോ ഘട്ടത്തിലുമുള്ള പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് നമുക്ക് വളരെ അധികം മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാലം വേണമെന്നുള്ള ഒരു ആവശ്യമായിട്ട് 41 കൊല്ലം മുമ്പ് തുടങ്ങി വെച്ചതാണ്. അത് ഇതുവരെ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകൾ തുടങ്ങി വെച്ചത് രാമേന്ദ്രൻ MLA വന്നതിന് ശേഷമാണ്. ശ്രീ രാമേന്ദ്രൻ MLA ആണ് ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭം കുറിച്ച് വേണ്ട ആൾക്കാരെ, തടസ്സമുള്ളവരെ തടസ്സം മാറ്റുന്നതിന് വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ച് ഇത്ര വരെ ആക്കിയത്. ഞങ്ങൾ പുതുക്കാട് പഞ്ചായത്തിൻ്റെ വളരെയധികം ഭൂഭാഗമാണ് ഈ ഭാഗത്ത് കിടക്കുന്നത്. ചെങ്ങാലൂര് വില്ലേജ്, ഇവിടെ പറപ്പുകരയുടെ വില്ലേജിൻ്റെ ഭാഗങ്ങൾ. ഇത് സംയോജിക്കുമ്പോൾ വരന്തരപ്പള്ളി മുതലായ ഏരിയകളിൽ നിന്ന് ആൾക്കാർക്ക് വന്നിട്ട് ഇരിഞ്ഞാലക്കുട, ചാലക്കുടി എന്നിവിടങ്ങളിലേക്ക് പോകാനായിട്ട് വളരെ സൗകര്യപ്രദവും ഉപയോഗപ്രദവുമായി മാറുന്നൊരു ഇതാണ്. ചെങ്ങാലൂരിൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ് ഇവിടെ ഒരു പാലം വരിക എന്നുള്ളത്. കാരണം അവിടുത്തെ കുട്ടികൾക്കും ജോലിക്കാർക്കായാലും പിന്നെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്ന ഹോസ്പിറ്റലിലേക്കായാലും എല്ലാത്തിനും ഈ പാലം വന്ന വളരെ ഒരു ഉപകാരമാണ്. എന്തുകൊണ്ടും നാട്ടുകാർക്കും പറപ്പൂക്കര പഞ്ചായത്തും പുതുക്കാട് ഗ്രാമപഞ്ചായത്തും. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്തിൽ കൃഷിവകുപ്പും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ചേർന്ന് വീടുകളിൽ തെങ്ങിൻ തൈ നട്ടു നൽകുന്ന കേരവസന്തം പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. നന്ദിക്കര മാടക്കായി ശിവജിയുടെ പറമ്പിൽ തെങ്ങിൻ തൈ നട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KC പ്രദീപ് അധ്യക്ഷത വഹിച്ചു. KK പ്രകാശൻ, KV സുഭാഷ്, നന്ദിനി സതീശൻ, ശ്രുതി ശിവപ്രസാദ്, KD അശ്വതി, PP ബിജു, രമ്യ ബസന്ത്, രഞ്ജിനി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. 1800 തെങ്ങിൻ തൈകളാണ് പഞ്ചായത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുഴിയെടുത്ത് വീടുകളിൽ നട്ടു നൽകുന്നത്. തെങ്ങിൻ തൈകൾ കൃഷിഭവനിൽ ലഭ്യമാക്കും. 40 രൂപയാണ് ഒരു തൈക്ക് ഈടാക്കുന്നത്. കോട്ടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ എക്സലൻസ് അവാർഡ് 2024 സംഘടിപ്പിച്ചു. ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ഉപജില്ലയിൽ +2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെയും സ്കൂളുകളെയും അനുമോദിക്കുന്നതിനാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. സഹൃദയ കോളേജ് മാനേജർ മോൻ വിൽസൺ ഈരത്തറ ഉദ്ഘാടനം ചെയ്തു. +2 പരീക്ഷയ്ക്ക് 1200-ൽ 1200 മാർക്കും നേടിയ യോന ബിജു, KN നിവേദ് എന്നീ വിദ്യാർത്ഥികളെയും +2 തലത്തിൽ മികച്ച വിജയം നേടിയ ഡോൺ ബോസ്കോ, സെന്റ് മേരീസ് എന്നീ സ്കൂളുകളെയും പ്രത്യേകം പുരസ്കാരം നൽകി ആദരിച്ചു. 2023-24 അക്കാദമിക വർഷം സഹൃദയ കോളേജിൽ നിന്ന് വിവിധ സ്ഥാപനങ്ങളിൽ പ്ലേസ്മെന്റ് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. പ്ലേസ്മെന്റ് അച്ചീവേഴ്സ് ഫോറം രൂപീകരിക്കുകയും ചെയ്തു. PL ജോമി, സഹൃദയ ലൂമൻ അക്കാദമി ഡയറക്ടർ ഫാദർ നൌജിൻ വിധേയത്തിൽ എന്നിവർ ക്ലാസ് നയിച്ചു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പാൾ KL ജോയ്, വൈസ് പ്രിൻസിപ്പാൾ K കരുണ,
ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റണി വട്ടോലി, പ്രോഗ്രാം കൺവീനർ ഷീന സാറാവിന്നി, കൊമേഴ്സ് വിഭാഗം മേധാവി VJ ഡീൻ തോമസ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സഹൃദയ കോളേജിലെ വിദ്യാർത്ഥികളുടെ നൃത്താവതരണവും ഉണ്ടായിരുന്നു. ഡോക്ടറായാലും സിവിൽ സർവീസ് ആകാം, IAS IPS ഉദ്യോഗസ്ഥരാകാം, കളക്ടർ ആകാം, നിങ്ങൾ എഞ്ചിനീയർ ആയാലും ഈ പറഞ്ഞ എല്ലാവരും. ഇത്തവണ അടുത്ത കാലത്ത് ഇരിഞ്ഞാലക്കുടി രാഖിൽ മേനോനും ഒപ്പം തന്നെ നമ്മുടെ ഒരു ആൻഡമാൻ നിക്കോബാറിന്റെ കളക്ടറായിട്ടുള്ള രണ്ടുപേരും എഞ്ചിനീയർമാരാണ്. അവരാണ് പിന്നീട് സിവിൽ സർവീസ് എക്സാം എഴുതി 2 കളക്ടർമാരായിട്ട്. 10 കഴിഞ്ഞിട്ടല്ല, 10 കഴിയുമ്പോൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ 12നെ കുറിച്ചുള്ള 12ന് ശേഷമുള്ള പദ്ധതി എന്ത് എന്നതിനെ കുറിച്ച് ചിന്ത വേണം. ഇപ്പൊ അങ്ങനെ ആലോചിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ കുട്ടി 12ാം ക്ലാസ് കഴിയാൻ കാത്തു നിൽക്കേണ്ടിയിരുന്നില്ല. ക്ലാറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ എപ്പൊ തുടങ്ങാമായിരുന്നു? 15ാം ക്ലാസ് പോലെ ആരംഭിക്കാം. ക്ലാറ്റ് തുടങ്ങിയിരുന്നോ? ഒരു പക്ഷേ റിപ്പീറ്റ് ചെയ്യണല്ലേ. വെരി ഗുഡ്. 2023-24 അധ്യയന വർഷത്തെ ലിറ്റിൽ കൈറ്റ്സ് ജില്ലാതല മത്സരത്തിൽ 1ാം സ്ഥാനം മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂൾ കരസ്ഥമാക്കി. IT മേഖലയിൽ നൂതന ആശയങ്ങൾ ആവിഷ്കരിച്ച് പ്രായോഗികമാക്കുന്നതിന് ഹൈസ്കൂളുകൾക്ക് നൽകി വരുന്നതാണ് ലിറ്റിൽ കൈറ്റ്സ് അവാർഡ്. ഇത്തവണത്തെ പുരസ്കാര നേട്ടത്തോടെ ലിറ്റിൽ കൈറ്റ്സ് മത്സരത്തിൽ ഹാട്രിക് വിജയം നേടി മുന്നോട്ട് കുതിക്കുകയാണ് മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂൾ. ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കമ്പ്യൂട്ടർ സാക്ഷരതയ്ക്ക് തെളിവായി ഇവിടെ നടന്ന സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ശ്രദ്ധിച്ചാൽ മതി. നിയമസഭ, ലോക്സഭ ഇലക്ഷനുകളിൽ കാണുന്ന പോലുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ 10ാം ക്ലാസ്സിലെ കുട്ടികൾ തന്നെ ഉണ്ടാക്കി. അവർ തന്നെ പ്രോഗ്രാം ചെയ്ത ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചായിരുന്നു വോട്ടെടുപ്പ്. കർഷകർക്ക് നിലം ഉഴുന്നതിനു വേണ്ടി ഉപയോഗിക്കാവുന്ന വിദൂര നിയന്ത്രണ ട്രാക്ടർ, വെള്ളത്തിനടിയിൽ വിവിധ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന വിദൂര നിയന്ത്രണ ഡ്രോൺ, ഊർജ്ജ സംരക്ഷണം ലക്ഷ്യമാക്കി വാഹനങ്ങൾ വരുമ്പോൾ മാത്രം പ്രകാശിക്കുന്ന ഇലക്ട്രോണിക് കിറ്റ് ഉപയോഗിച്ചുള്ള ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് സിസ്റ്റം തുടങ്ങി അനേകം ആശയങ്ങൾ ഈ സ്കൂളിലെ കുട്ടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം വിവിധ സ്ഥലങ്ങളിൽ നിന്നും പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഫ്രാൻസിസ് തോമസ്, EP പ്രിൻസി എന്നീ അധ്യാപകർക്കാണ് ഈ സ്കൂളിൽ ലിറ്റിൽ കൈറ്റ്സിന്റെ ചുമതല. KT തോമസ് ആണ് സ്കൂളിന്റെ പ്രധാന അധ്യാപകൻ. വെണ്ടൂർ കനാൽ സ്റ്റോപ്പിന് സമീപം റോഡരികിൽ നിൽക്കുന്ന മയിൽക്കുറ്റി അപകട ഭീഷണിയാകുന്നു. ദിവസങ്ങൾക്ക് മുൻപ് മയിൽക്കുറ്റിയിൽ ബൈക്കിടിച്ച് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചിരുന്നു. മയിൽക്കുറ്റി നീക്കം ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആമ്പല്ലൂരിലേക്ക് 2 കിലോമീറ്റർ എന്ന് സൂചിപ്പിക്കുന്നതിന് സ്ഥാപിച്ച മയിൽക്കുറ്റി ഇന്ന് അപകട സൂചനയും അപകട കാരണവുമായി മാറിയിരിക്കുകയാണ്. ടാറിങ്ങിനോട് വളരെ ചേർന്ന് നിൽക്കുന്ന മയിൽക്കുറ്റിയിൽ തട്ടി ഇരുചക്രവാഹനങ്ങളും കാറുകളും അപകടത്തിൽപ്പെടാറുണ്ടെന്ന് സമീപവാസികൾ പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മയിൽക്കുറ്റിയിൽ ബൈക്കിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവ് മരിച്ചിരുന്നു. മയിൽക്കുറ്റി ഇവിടെ നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ട് പലതവണ പൊതുമരാമത്ത് വകുപ്പ് അധികൃതരെ സമീപിച്ചെങ്കിലും നടപടിയുണ്ടായില്ലെന്നും വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് പ്രദേശത്തെ പൊതുപ്രവർത്തകരും നാട്ടുകാരും അടുത്ത ദിവസം ജില്ലാ കളക്ടറെ സമീപിക്കാൻ ഒരുങ്ങുകയുമാണ്. വെണ്ടൂർ പ്രദേശത്ത് വാഹനാപകടം ഉണ്ടായി എന്നറിഞ്ഞ് നമ്മൾ ഓടിയെത്തുമ്പോൾ എന്നും ഈ പ്രദേശത്താണ് വാഹനാപകടങ്ങൾ സ്ഥിരമായി ഉണ്ടാകുന്നത്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇവിടെ ഒരു മയിൽക്കുറ്റി നിൽക്കുന്നുണ്ട്. ഈ മയിൽക്കുറ്റി ഇവിടെ നിൽക്കുമ്പോൾ ഇതിന് മുകളിലൊരു പുല്ല് മൂടി കഴിഞ്ഞാൽ ആരും അറിയുന്നില്ല, അതുമ്പോൾ തട്ടി വീഴുന്നു. അധികാരികളുടെ PWD AEയുടെ അടുത്തൊക്കെ പല പ്രാവശ്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതൊരു തീരുമാനം ഉണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെയും എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയും ശ്രദ്ധയിൽപ്പെടുത്തി ഇതിന് മാറ്റുന്നതിനുള്ള നടപടിക്ക് വേണ്ടി നാളെ പരാജയമായി ഞങ്ങൾ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം വെണ്ടൂർ കനാൽ സ്റ്റോപ്പ് മുതൽ ടെസ്ല ആശുപത്രി വരെയുള്ള ഭാഗത്ത് വാഹനങ്ങളുടെ അമിത വേഗതയും അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് സമീപവാസികൾ പറഞ്ഞു. ഈ റോഡില് ഇപ്പോൾ ഈ അടുത്ത് ഒരു മാസം മുന്നേ ഒരു അപകടം ഉണ്ടായിട്ട്, ബൈക്ക് അപകടം ഉണ്ടായിട്ട് ഓവർ സ്പീഡിൽ വന്ന ബൈക്കാണ്. അത് ഇടിച്ചു ഇവിടെ ഒരു 8 ദിവസത്തോളം വണ്ടി ഇവിടെ കിടന്നു. അത് കഴിഞ്ഞ് ഈ പയ്യൻ കോമയിലായിരുന്നു. പിന്നീട് ഇപ്പോൾ പയ്യൻ മരിച്ചു. കൂടാതെ രാത്രികാലങ്ങളിൽ ഇരുചക്രവാഹനങ്ങളിൽ മത്സരയോട്ടം നടക്കുന്നുണ്ടെന്നും ഇവർ പറയുന്നു. രാത്രി 11 മണിയോടടുത്ത സമയങ്ങളിൽ പലപ്പോഴും ഇരുചക്രവാഹനങ്ങൾ ഒന്നിച്ച് ചീറിപ്പായുന്ന ശബ്ദം കേൾക്കാറുണ്ടെന്നും ഇവർ പറയുന്നു. ഇവിടെ ഒരു 8 മണി തൊട്ട് 10 മണി വരെ സമയത്താണ് ഏറ്റവും കൂടുതൽ ട്രാഫിക്. അതുപോലെ തന്നെ ഒരു 5 മണി തൊട്ട് 7 മണി വരെ ആ സമയത്ത് ചില ബൈക്കുകാർ അത് ഭയങ്കര സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു 130-160 സ്പീഡിലാണ് പോണത്. ബാക്കിയുള്ള സ്പീഡുകളൊക്കെ നമുക്ക് അറിയാവുന്നതും നമുക്ക് എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ചക്കം പോകുന്നതാണ്. ഇതുപോലെയാണ് ഇവിടെയുള്ള വണ്ടിക്കാർ പോണത്. അപ്പോൾ അതിന് ഒരു അറുതി ഉണ്ടാവാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. നമ്മുടെ ഈ ട്രാക്ക് റേസിംഗ് ട്രാക്ക് പോലെയാണ്. ബൈക്കുകാരൊക്കെ കുറച്ച്
ചെറിയ പിള്ളേരുകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ചെറിയൊരു സൈക്കിൾ പോലും ഒന്ന് ക്രോസ് കടന്നതാണ് ഇവർക്ക് കൺട്രോൾ കിട്ടുന്നില്ല. അപ്പോൾ പോയി ഒന്നിൽ സൈക്കിളിന് ഇടിച്ചു, അല്ലെങ്കിൽ അവരെ രക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ മതിലിന് ഇടിച്ചു. അങ്ങനെയുള്ള തുടർച്ചയായിട്ടുള്ള അപകടങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൺമുമ്പിൽ തന്നെയാണ്. പിന്നെ ബസ്സിന്റെ അമിത വേഗം. എൻ്റെ തന്നെ ഇതിന് മുന്നിൽ ഞങ്ങൾ പലപ്പോഴും ക്യാമറയിൽ എടുത്തു കൊടുക്കാറുണ്ട് കേസിന് വിറ്റ്നസിന് വേണ്ടിയിട്ട്. അതിൽ കാണുന്നത് ബസ്സിന്റെ മത്സരോട്ടം. അപ്പോൾ ഒരു അതായത് ബസ് പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് ചെറിയ സ്കൂട്ടറുകാരനെ വരെ അടുത്ത സ്റ്റോപ്പ് ആയാൽ തന്നെ അവർ ഓവർടേക്ക് ചെയ്യും. ബസ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ടെങ്കിൽ കൂടെ തന്നെ അതിന്റെ പുറകിൽ നിർത്താൻ ശ്രമിക്കില്ല. ഈ ഭാഗത്ത് വേഗത നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഒന്നും തന്നെയില്ല. സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കുകയും അപകട മേഖല എന്ന മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇത് മയിൽക്കുറ്റിയായിരുന്നു, എന്നാൽ അത് കൊലക്കുറ്റിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഈ മയിൽക്കുറ്റിയിൽ ഇരുചക്ര വാഹനം ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. ഇത്തരത്തിലുള്ള മരണങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ എത്രയും പെട്ടെന്ന് ഈ മയിൽക്കുറ്റി ഇവിടെ നിന്നും നീക്കം ചെയ്യണമെന്നാണ് പരിസരവാസികൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള റോഡിലൂടെ അമിത വേഗതയെ നിയന്ത്രിക്കാൻ ഫലപ്രദമായ നിയന്ത്രണ സംവിധാനങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഇവിടെ മരണങ്ങൾ ആവർത്തിക്കും. ഈ റോഡ് കൊലക്കളമായി മാറും എന്നാണ് പരിസരവാസികൾ പറയുന്നത്. അധികാരികളുടെ അടിയന്തരമായ ശ്രദ്ധ ഈ ഭാഗത്ത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ക്യാമറാമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി, NCTV ന്യൂസ്. പെരിഞ്ഞനത്ത് ടോറസ് ലോറിയിടിച്ച് 48കാരന് ദാരുണാന്ത്യം. പെരിഞ്ഞനം വെസ്റ്റ് ഓണപ്പറമ്പ് സ്വദേശി പള്ളിയാശ്ശേരി വീട്ടിൽ പ്രിയനാണ് മരിച്ചത്. രാവിലെ 10:45ഓടെയാണ് അപകടം. ഭാര്യയെ പെരിഞ്ഞനം സെന്ററിൽ ഇറക്കിയ ശേഷം പ്രിയൻ ബൈക്കിൽ എതിർദിശയിലേക്ക് കടക്കുന്നതിനിടെ 3 പീടിക ഭാഗത്തു നിന്ന് വന്നിരുന്ന ടോറസ് ലോറി ഇടിക്കുകയായിരുന്നു. ലോറി ദേഹത്തുകൂടെ കയറി തൽക്ഷണം മരിച്ചു. മൃതദേഹം കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷത്തെ പദ്ധതി പ്രകാരം പഞ്ചായത്തിലെ 10 വായനശാലകൾക്ക് പുസ്തക വിതരണം നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി അധ്യക്ഷത വഹിച്ചു. ഷാൻഡോ കൈതാരത്ത്, MK ബാബു, ഹക്കീം കളിപ്പറമ്പിൽ, EH സഹീർ, പഞ്ചായത്ത് സെക്രട്ടറി ശാലിനി എന്നിവർ സംസാരിച്ചു. BKMU സംസ്ഥാന കമ്മിറ്റിയുടെ തരിശ് ഭൂമി കൃഷിയോഗ്യമാക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായി വല്ലച്ചിറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ടേശ്വരത്ത് കൊത്തമര കൃഷി ആരംഭിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. സന്ധ്യാകുട്ടൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, AITUC മണ്ഡലം പ്രസിഡന്റ് TK ഗോപി, ലോക്കൽ സെക്രട്ടറി VA വിജയൻ, മധു വാര്യർ, PR പുഷ്കിൻ എന്നിവർ പ്രസംഗിച്ചു. ഭാരതീയ ദളിത് സാഹിത്യ അക്കാദമിയുടെ ഡോക്ടർ BR അംബേദ്കർ നാഷണൽ ഫെലോഷിപ്പ് അവാർഡിന് കവി CK ബിനേഷ് അർഹനായി. തൊട്ടിപ്പാട് സ്വദേശിയായ ബിനേഷ് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന് കീഴിലുള്ള കേരള സിവിൽ ഡിഫൻസ് കോർപ്സിൽ റീജിയണൽ ചീഫ് വാർഡനാണ്. തൃശൂരിൽ മുള്ളൻ പന്നിയെ വാഹനമിടിച്ച് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി. പുഴയ്ക്കൽ ഹയാത്ത് റീജൻസിക്ക് സമീപമാണ് സംഭവം. വനം വകുപ്പ് അധികൃതർ എത്താൻ വൈകിയതോടെ 2 മണിക്കൂറോളം മുള്ളൻ പന്നി റോഡരികിൽ തന്നെ കിടക്കേണ്ടി വന്നു. പിന്നീട് വനം വകുപ്പ് സ്ഥലത്തെത്തി മുള്ളൻ പന്നിയെ കൊണ്ടുപോയി. ഏത് വാഹനമാണ് ഇടിച്ചതെന്ന് വ്യക്തമല്ല. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തിൽ കരാറടിസ്ഥാനത്തിൽ ഡോക്ടർമാരെ നിയമിക്കുന്നു. ബിരുദാനന്തര ബിരുദമാണ് യോഗ്യത. യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷനും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും അസൽ പകർപ്പുകളുമായി ജൂൺ 19 രാവിലെ 10 പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർമാരെ നിയമിക്കുന്നു. ഏറ്റവും കുറഞ്ഞ യോഗ്യത MBBS ബിരുദം. ഉദ്യോഗാർത്ഥികൾ ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിലിന്റെ സ്ഥിരം രജിസ്ട്രേഷനും യോഗ്യതാ സർട്ടിഫിക്കറ്റുകളും സഹിതം ബുധനാഴ്ച രാവിലെ 10 പ്രിൻസിപ്പാളിന്റെ കാര്യാലയത്തിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. LBS ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കേന്ദ്രത്തിലേക്ക് തൊഴിലധിഷ്ഠിത കമ്പ്യൂട്ടർ കോഴ്സുകളിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. +2 പ്രീ ഡിഗ്രി, ഡിഗ്രി കൊമേഴ്സ് കഴിഞ്ഞവർക്ക് 4 മാസത്തെ ടാലി കോഴ്സിനും 6 മാസത്തെ CCFA
SSLC ഉള്ളവർക്ക് 3 മാസത്തെ പൈത്തൺ പ്രോഗ്രാമിംഗ്, 4 മാസത്തെ ഡാറ്റ എൻട്രി ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, 2 മാസത്തെ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, C++ കോഴ്സുകൾക്ക് അപേക്ഷിക്കാം. +2 പ്രീ ഡിഗ്രി ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് 2 മാസത്തെ PhD ആൻഡ് MySQL ഒറാക്കിൾ ആപ്ലിക്കേഷൻ കോഴ്സുകൾക്കും www.lbscenter.kerala.gov.in മുഖേന അപേക്ഷ സമർപ്പിക്കാം. SC, ST, OEC വിഭാഗങ്ങൾക്ക് ഫീസ് ആനുകൂല്യം ലഭിക്കും. വിവരങ്ങൾ അസിസ്റ്റന്റ് ഡയറക്ടർ LBS സെന്റർ, ആലുംവെട്ട് വഴി, ചിയാരം, തൃശൂർ വിലാസത്തിൽ ലഭിക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ലാൻഡ് ലൈൻ 0487225051, മൊബൈൽ 7559935097, അടുത്ത നമ്പർ 9447918589. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53200 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പുതുക്കാട് മണ്ഡലത്തിൽ ആവേശകരമായ സ്വീകരണം. നെല്ലായി ലിഫ്റ്റ് ഇറിഗേഷൻ കടവ് പാലം സാമൂഹികാഘാത പഠനം ആരംഭിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. പുതുക്കാട് പറപ്പുകര പഞ്ചായത്തുകളെയും ബന്ധിപ്പിച്ച് കുറുമാലിപ്പുഴയിലെ നെല്ലായി കടവിൽ പാലം നിർമ്മിക്കുന്ന പദ്ധതിയാണ് നെല്ലായി ലിഫ്റ്റ് ഇറിഗേഷൻ കടവ് പാലം പദ്ധതി. പറപ്പുക്കര ഗ്രാമപഞ്ചായത്തിൽ കൃഷിവകുപ്പും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയും ചേർന്ന് വീടുകളിൽ നടപ്പാക്കുന്ന കേരവസന്തം പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം സംഘടിപ്പിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ എക്സലൻസ് അവാർഡ് 2024 സംഘടിപ്പിച്ചു. 2023-24 അധ്യയന വർഷത്തെ ലിറ്റിൽ കൈറ്റ്സ് ജില്ലാതല മത്സരത്തിൽ 1ാം സ്ഥാനം മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂൾ കരസ്ഥമാക്കി. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.